ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മാഞ്ചസ്റ്ററിലെ ഒരു ഹോസ്പിറ്റൽ. ഈ അടുത്തൊരു ജോലിക്ക് ആളെ വിളിച്ചു. ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സിന് വേണം. ഓക്കെ. എന്തിനാണെന്നറിയോ? അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങളെ പിന്തുണയ്ക്കാൻ. പിന്തുണയ്ക്കാനോ? അത് കേട്ടിട്ടൊരു ഒരു അത്ഭുതം തോന്നുന്നല്ലോ. അതെ, എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ഒരു സർക്കാർ ആരോഗ്യ സംവിധാനം, അതായത് NHS, ഇങ്ങനെയൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? ഇന്നത്തെ നമ്മുടെ ചർച്ച ഈ വിഷയത്തെക്കുറിച്ചാണ്. ശരിയാണ്. നിങ്ങൾ അയച്ചു തന്ന റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ എനിക്കും ഇതിന്റെ ഒരു സങ്കീർണത മനസ്സിലായി. ഇത് വെറുമൊരു തൊഴിൽ പരസ്യം മാത്രമല്ല. അല്ല. ഇതിൽ പൊതുജനാരോഗ്യം, സാംസ്കാരികത, പിന്നെ ഏറ്റവും പ്രധാനമായി കുട്ടികളുടെ ക്ഷേമം, ഇതെല്ലാം തമ്മിലൊരു സംഘർഷം നടക്കുന്നുണ്ട്. കൃത്യം. ആ സംഘർഷമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കാരണം ഒരു വശത്ത് ഇത്തരം വിവാഹങ്ങളിലൂടെ കുട്ടികളുണ്ടാകുമ്പോൾ ജനിതക രോഗങ്ങൾ വരാനുള്ള സാധ്യത 7 ഇരട്ടി വരെ കൂടുമെന്ന് NHS തന്നെ പറയുന്നു. മറുവശത്ത് ഇതേ NHS ഇറക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത് ഈ ആശങ്കകളൊക്കെ അതിശയോക്തിപരമാണ് എന്നാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു നോക്കാം. തീർച്ചയായും. ആ തൊഴിൽ പരസ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഓക്കെ. ഇത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റേതാണ്. ബ്രിട്ടനിലെ ഒരു പ്രധാന സർക്കാർ ഹോസ്പിറ്റൽ. ശരി. അപ്പോ ഈ നഴ്സിന്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ, ബന്ധുക്കളെ വിവാഹം കഴിച്ച ദമ്പതികൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ അറിവോടെയുള്ള പുനരുൽപാദന തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുക. അറിവോടെയുള്ള തീരുമാനങ്ങൾ. അതിലെ യോഗ്യതകളുടെ കാര്യവും ശ്രദ്ധേയമാണ്. അതെന്തായിരുന്നു? ഉറുദു ഭാഷയിൽ നന്നായി സംസാരിക്കാൻ അറിയണം. അത് പ്രധാനമാണ്. അതോടൊപ്പം വൈവിധ്യത്തെയും വ്യത്യസ്തതയെയും വിലമതിക്കുന്ന ആളായിരിക്കണം എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഇത് ഏതൊരു സമൂഹത്തെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. ശരിയാണ്. ബ്രിട്ടനിലെ പാകിസ്ഥാനി, ബംഗ്ലാദേശി പാരമ്പര്യമുള്ള സമൂഹങ്ങളിൽ ഈ കസിൻ വിവാഹം വളരെ സാധാരണമാണെന്ന് നമ്മുടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോ അവരെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അവരുപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. സാംസ്കാരികമായി സംവേദനക്ഷമവും ശക്തീകരിക്കുന്നതുമായ രീതിയിൽ അവരെ സഹായിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. ഉണ്ട്. പക്ഷെ വിമർശകർ ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ്. റിച്ചാർഡ് ഹോൾഡൻ എന്നൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കുകൾ റിപ്പോർട്ടിലുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇതൊരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, മറിച്ച് അടഞ്ഞ സമൂഹങ്ങളും ദുർബലരുടെ ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ടൊരു വിഷയം കൂടിയാണെന്നാണ്. അതായത് കുടുംബത്തിനുള്ളിൽ തന്നെ വിവാഹങ്ങൾ ഒതുങ്ങുമ്പോൾ ആ സമൂഹം പുറം ലോകത്തിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരു വാദം. അതെ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. അപ്പോ ഒരു വശത്തെ ഈ സാമൂഹികവും ആരോഗ്യപരവുമായ ആശങ്കകൾ, മറുവശത്ത് NHSന്റെ ഈ പുതിയ നീക്കം, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൊഴിയുന്നത്. ആ മാർഗനിർദ്ദേശങ്ങളുടെ കാര്യം അല്ലേ? അതെ. NHS അതിൽ പറയുന്നത് ഈ ആശങ്കകളൊക്കെ അതിശയോക്തിപരവും അനാവശ്യവുമാണെന്നല്ലേ? അതാണ് എന്നെയും അത്ഭുതപ്പെടുത്തിയത്. ആശങ്കകൾ അതിശയോക്തിപരമാണെന്ന് പറയുക മാത്രമല്ല, പിന്നെന്താ, ഈ രീതിയുടെ ഗുണങ്ങളെക്കുറിച്ച് മിഡ്വൈഫുമാർ ദമ്പതികളോട് സംസാരിക്കണമെന്നും ആ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഗുണങ്ങളോ? കുട്ടികളുടെ ആരോഗ്യത്തിൽ ഇത്രയും വലിയൊരു അപകട സാധ്യതയുള്ളൊരു കാര്യത്തിന് എന്ത് ഗുണങ്ങളാണുണ്ടാവുക? റിപ്പോർട്ടിൽ അതുമുണ്ട്. അവർ പറയുന്ന ഗുണങ്ങൾ: 1, സാമ്പത്തിക നേട്ടങ്ങൾ. അതായത് സ്വത്ത് പുറത്തു പോവില്ല. അതെ. പിന്നെ വൈകാരികവും സാമൂഹികവുമായ ബന്ധങ്ങൾ, സോഷ്യൽ ക്യാപിറ്റൽ എന്നൊക്കെയാണ് പറയുന്നത്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും, ഒരു സാമൂഹിക സുരക്ഷിതത്വം ഉണ്ടാകുമെന്നൊക്കെ. അതൊക്കെ ഒരു വാദത്തിന് സമ്മതിക്കാം. പക്ഷെ അതിന്റെ മറുഭാഗത്തുള്ള അപകട സാധ്യതയോ, അതെത്ര വലുതാണ്? അവിടെയാണ് ഈ വാദങ്ങളുടെ എല്ലാം മുനയൊടിയുന്നത്. കാരണം ഇതേ മാർഗനിർദ്ദേശങ്ങളിൽ തന്നെ NHS വേറൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്താണത്? കസിൻ ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികളിൽ ഏകദേശം 10 മുതൽ 15% വരെ പേരെ ഗുരുതരമായ ജനിതക രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് എന്ന്. 10 മുതൽ 15%? ഹോ! രാജ്യത്തെ സാധാരണ ജനസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുക. അതെത്രയാണ്? സാധാരണ ദമ്പതികളിൽ ഇത് വെറും 2% മാത്രമാണ്. 2%വും 15%? അതായത് ഏകദേശം 7 ഇരട്ടി കൂടുതൽ. സ്വന്തം കണക്കുകളിൽ തന്നെ ഇത്രയും വലിയൊരു അപകട സാധ്യത ഉണ്ടായിട്ടും എങ്ങനെയാണ് NHSന് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അതിശയോക്തിയാണെന്ന് പറയാൻ കഴിയുന്നത്? ഈ ചോദ്യം തന്നെയാണ് വിമർശകരും ഉന്നയിക്കുന്നത്. പാർട്ടി ഓഫ് വിമൺ എന്ന സംഘടനയുടെ നേതാവായ കെല്ലി ജെ കീൻ പറയുന്നത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സാംസ്കാരിക രീതിയെ NHS കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ്. ഒരു പേടി കൊണ്ട്,
സർക്കാർ ഇത്തരം വിഷയങ്ങളിൽ കണ്ണടയ്ക്കുകയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഈ 15% എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു വെറും കണക്കായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ മുന്നിലുള്ള റിപ്പോർട്ടിലെ ആയിഷ അലിഖാന്റെ അനുഭവം വായിക്കുമ്പോൾ അതെ, ആ ഓരോ ശതമാനത്തിന് പിന്നിലും ഇതുപോലുള്ള ജീവിതങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയും. ആയിഷയുടെ കഥ ഈ വിഷയത്തിന്റെ മനുഷ്യത്വപരമായ മുഖം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ ഫസ്റ്റ് കസിൻസ് ആയിരുന്നു. അവർക്ക് 7 മക്കളാണുണ്ടായിരുന്നത്. അതിൽ 4 പേർ ജനിച്ചത് വളരെ ഗുരുതരമായ ശാരീരിക മാനസിക വൈകല്യങ്ങളോടെയാണ്. ആ 4 പേരിൽ 3 പേർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതിലൊരാൾ ആയിഷയുടെ ഇരട്ട സഹോദരനായിരുന്നു. ഭയങ്കരമായൊരവസ്ഥയാണത്. ഇന്നും മാനസികമായി 8 വയസ്സിന്റെ വളർച്ച മാത്രമുള്ള തന്റെ മൂത്ത സഹോദരിയെ പരിചരിക്കുന്നത് ആയിഷയാണ്. പോരാത്തതിന് ആയിഷയ്ക്കും ഒരു ജനിതക രോഗമുണ്ട്. അപ്പോ അവരുടെ ജീവിതം മുഴുവൻ ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ നിഴലിലാണ്. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ NHS പറയുന്ന ആ സാമ്പത്തിക നേട്ടങ്ങളും സാമൂഹിക ബന്ധങ്ങളും എത്രത്തോളം നിസ്സാരമായി തോന്നുന്നു. ഒരു കുടുംബം മുഴുവൻ അനുഭവിച്ച ദുരിതത്തിനു മുന്നിൽ എന്ത് സാമ്പത്തിക നേട്ടമാണ് പറയാനുള്ളത്? ആയിഷയുടെ അനുഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനൊരു ശാസ്ത്രീയമായ അടിത്തറ നൽകുന്ന ഒരു വലിയ പഠനമുണ്ട്. പഠനമോ? അതെ, ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് എന്ന പേരിൽ നടന്ന ഒരു ഗവേഷണ പദ്ധതി. ആയിഷയുടെ കഥയിൽ നിന്ന് നമ്മളെ കൃത്യമായ ഡാറ്റയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പഠനമാണ്. എന്തായിരുന്നു ആ പഠനത്തിലെ പ്രധാന കണ്ടെത്തൽ? അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ബ്രാഡ്ഫോർഡ് നഗരത്തിലെ പാകിസ്ഥാനി പാരമ്പര്യമുള്ള ആളുകൾ കൂടുതലായി താമസിക്കുന്ന 3 വാർഡുകളിൽ 46% അമ്മമാരും വിവാഹം കഴിച്ചത് അവരുടെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കസിനെയായിരുന്നു. 46%? അതായത് ഏകദേശം പകുതിയോളം പേർ. അതെ, പകുതിയോളം. സങ്കൽപ്പിക്കാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ജനിതക രോഗങ്ങൾക്ക് സാധ്യത കൂടുന്നത്? അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാമോ? പറയാം. ഇതൊരു ലോട്ടറി പോലെയാണ്. ഒരു രോഗത്തിന് കാരണമാകുന്ന ഒരു മോശം ജീൻ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. പക്ഷേ സാധാരണഗതിയിൽ അത് പ്രശ്നമുണ്ടാക്കില്ല. കാരണം നമ്മുടെ പങ്കാളിക്ക് അതേ മോശം ജീൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. ഓക്കേ. എന്നാൽ നിങ്ങൾ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാക്കുമ്പോൾ നിങ്ങളുടെ പൂർവികർ ഒന്നായതുകൊണ്ട് 2 പേർക്കും ഒരേ മോശം ജീൻ പാരമ്പര്യമായി കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. മനസ്സിലായി. അങ്ങനെ 2 മോശം ജീനുകൾ കുട്ടിയിൽ ഒന്നിക്കുമ്പോഴാണ് സിക്കിൾ സെൽ ഡിസീസ്, സിസ്റ്റിക് ഫൈബ്രോസിസ് പോലുള്ള പാരമ്പര്യ രോഗങ്ങളുണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നതും. അപ്പോ മാഞ്ചസ്റ്ററിലെ ഈ തൊഴിൽ പരസ്യം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഈ ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് പഠനം പുറത്തുവന്നതിന് ശേഷം ബ്രാഡ്ഫോർഡിലെ ഒരു NHS ട്രസ്റ്റും ഇതേപോലൊരു കസിൻ മാരേജ് നഴ്സിനെ നിയമിക്കാൻ പരസ്യം ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ ഇതൊരു പാറ്റേണായി മാറുകയാണ്. ആരോഗ്യ സംവിധാനം ഒരു പുതിയ വഴി തേടുന്നു. ഇതൊരു പുതിയ നയത്തിന്റെ ഭാഗമായി വരുന്നതാണ്. ഈ ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് പഠനം കാണിക്കുന്നത് ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ചൊരു വലിയ കുടിയേറ്റ സമൂഹത്തിന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിന്റെ ഒരു ആഗോള പശ്ചാത്തലം എന്താണ്? ഇത് ബ്രിട്ടനിൽ മാത്രമുള്ള ഒന്നാണോ? അല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ലോക ജനസംഖ്യയുടെ ഏകദേശം 10% ആളുകൾക്കിടയിൽ കസിൻ വിവാഹം ഇന്നും സാധാരണമാണ്. 10%? അതെ. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, ദക്ഷിണേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതിന്റെ നിരക്ക് വളരെ കൂടുതലാണ്. റിപ്പോർട്ടിലെ പാകിസ്ഥാനെക്കുറിച്ചുള്ള കണക്ക് അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. അവിടുത്തെ ചില ഗ്രാമപ്രദേശങ്ങളിൽ 80%-ലധികം ആളുകളും കസിൻസിനെയാണ് വിവാഹം കഴിക്കുന്നത്. 80%? അതെ. സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ നിരക്ക് ആഗോള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഇതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ടാകുമല്ലോ. തീർച്ചയായും. പണ്ടുകാലത്ത് കൃഷിഭൂമിയും സ്വത്തും കുടുംബത്തിന് പുറത്തേക്ക് പോകാതിരിക്കാനും ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാനുമൊക്കെ ഇതൊരു മാർഗമായിരുന്നു. അപ്പോ ഗ്രാമീണ പാകിസ്ഥാനിൽ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ആചാരം ആധുനിക ബ്രിട്ടനിലെത്തുമ്പോൾ NHSന് വലിയൊരു തലവേദനയായി മാറുന്നു. അതുതന്നെ. അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒരു സാംസ്കാരിക ആചാരം അതിന് പഴയ ചുറ്റുപാടിൽ നിന്ന് പുതിയ ഒന്നിലേക്ക് പറിച്ചു നടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണിത്. അപ്പം നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നു ക്രോഡീകരിച്ചാൽ, ഒരു വശത്ത് ഒരു പ്രത്യേക സമൂഹത്തിന്റെ സാംസ്കാരിക രീതികളെ മാനിച്ച് അവർക്ക് പിന്തുണ നൽകാൻ ശ്രമിക്കുന്ന NHS,
മറുവശത്ത് കുട്ടികളുടെ ആരോഗ്യത്തെ പണയം വെച്ചുകൊണ്ടുള്ള ഈ സാംസ്കാരിക പ്രീണനത്തെ ചോദ്യം ചെയ്യുന്ന വിമർശകർ. അതിനിടയിൽ ആയിഷ അലി ഖാനെ പോലുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ, ബോൺ ഇൻ ബ്രാഡ്ഫോർഡ് പോലുള്ള പഠനങ്ങളുടെ ശാസ്ത്രീയമായ മുന്നറിയിപ്പുകൾ, വളരെ സങ്കീർണമായ ഒരു ചിത്രമാണിത്. അതെ, ശരിയാണ്. നമ്മുടെ മുന്നിലുള്ള ഈ റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ പൊതുജനാരോഗ്യത്തോടുള്ള രണ്ട് വ്യത്യസ്ത സമീപനങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് കാണിക്കുന്നത്. അതിലൊന്ന് ഹാം റിഡക്ഷൻ എന്നറിയപ്പെടുന്നു. ഹാം റിഡക്ഷനോ? അതെന്താണ്? അതായത് ഒരു പ്രവൃത്തിയെ പൂർണ്ണമായി നിരോധിക്കുന്നതിനു പകരം അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സമീപനം. ഒരു ഉദാഹരണം പറയാമോ? പറയാം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വൃത്തിയുള്ള സൂചികൾ നൽകുന്നത് ഒരു ഹാം റിഡക്ഷൻ തന്ത്രമാണ്. ഓക്കെ, മനസ്സിലായി. അതുപോലെ കസിൻ വിവാഹം നിർത്താൻ കഴിയില്ലെങ്കിൽ അവർക്ക് ജനിതക കൗൺസിലിംഗ് നൽകി അപകടസാധ്യത കുറയ്ക്കാൻ ശ്രമിക്കുക. അതാണ് NHS ഇപ്പോൾ ചെയ്യുന്നത്. ശരി. അപ്പോൾ രണ്ടാമത്തെ സമീപനമോ? രണ്ടാമത്തെ സമീപനം കൂടുതൽ നേരിട്ടുള്ളതാണ്. അത് വാദിക്കുന്നത് ഇവിടെ അപകടസാധ്യത വളരെ വലുതായതുകൊണ്ട് ആ സമ്പ്രദായത്തെ തന്നെ നേരിടുകയും നിരുത്സാഹപ്പെടുത്തുകയും വേണമെന്നാണ്. കുട്ടികളുടെ ആരോഗ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന്. അതെ, സാംസ്കാരിക സംവേദനക്ഷമതയ്ക്കല്ല എന്നവർ വാദിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. തീർച്ചയായും. അപ്പോൾ ചോദ്യം ഇതാണ്: കുട്ടികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സാംസ്കാരിക ആചാരം നിലനിൽക്കുമ്പോൾ ഒരു പൊതുജനാരോഗ്യ സംവിധാനം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ആളുകളുടെ സംസ്കാരത്തെ മാനിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് അപകടം കുറയ്ക്കാൻ ശ്രമിക്കണോ? അതോ ഒരു കുട്ടിയുടെ ആരോഗ്യത്തോടെ ജനിക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലുതെന്ന് ഉറക്കെ പറഞ്ഞ് ആ ആചാരത്തെ തന്നെ മാറ്റിയെടുക്കാൻ പ്രേരിപ്പിക്കണോ? ഇതാണ് ഈ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യം.